അവരറിയണം, ഇവിടെ ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു ഉലമാ പ്രസ്ഥാനം ഉണ്ടായിരുന്നു. ആ ഉലമാ പ്രസ്ഥാനം 1920കളിൽ 30കളിൽ 40കളിൽ 50കളിൽ 60കളിൽ കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ, അവരുടെ പുരോഗതി ഉറപ്പുവരുത്തുന്നതിൽ, ആ മുസ്ലിം സമൂഹത്തെ കാലത്തെ അഭിമുഖീകരിക്കാൻ പ്രാപ്തമാക്കുന്നതിൽ, ആ മുസ്ലിം സമൂഹത്തിന് സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ ഒരു മൂലധനം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ, ആ മുസ്ലിം സമൂഹത്തെ നടുനിവർത്തി നിൽക്കാൻ പ്രാപ്തമാക്കുന്നതിൽ 1921 മലബാർ സമരത്തിന് ശേഷം ബ്രിട്ടീഷുകാർ നിർദാക്ഷിണ്യം വേട്ടയാടി അടിച്ചമർത്തി ഈ ഭൂമിയിൽ ഒരു ചപ്പുചവർ കണക്കെ, ഒരു ചപ്പുചവറിന്റെ കൂന കണക്കെ ആക്കി മാറ്റിയ മാപ്പിള സമുദായത്തെ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെണീറ്റ് ഇന്ത്യയിലെ ഏറ്റവും അഭിമാനകരമായ അസ്തിത്വമുള്ള ഒരു മുസ്ലിം സമുദായമാക്കി പരിവർത്തിപ്പിക്കുന്നതിൽ, ആ മുസ്ലിം സമുദായത്തെ ആ രീതിയിൽ മുന്നോട്ട് നടത്തുന്നതിൽ അതിൽ നേതൃപരമായ പങ്ക് വഹിച്ചത് ഈ ഉലമാ സംഘമായിരുന്നു. അതിന്റെ നായക സ്ഥാനത്തിരുന്ന പണ്ഡിതന്മാരായിരുന്നു, അതിന്റെ പ്രഭാഷകരായിരുന്നു, അതിന്റെ എഴുത്തുകാരായിരുന്നു, അതിന്റെ ബുദ്ധിജീവികളായിരുന്നു എന്ന യാഥാർത്ഥ്യം. മതപണ്ഡിതൻ എന്ന് പറയുമ്പോൾ ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പരമ്പരാഗത വാർപ്പ് മാതൃകകളെ മുഴുവൻ പൊളിച്ചു കളഞ്ഞുകൊണ്ട് സമൂഹത്തിൽ ഏറ്റവും സൃഷ്ടിപരമായും ക്രിയാത്മകപരമായും ഇടപെടുന്ന പണ്ഡിതന്മാരുടെ ഒരു കൂട്ടായ്മയെ കേരളത്തിൽ പരിചയപ്പെടുത്തുകയാണ് കേരള ജമിയത്തുൽ ഉലമ ചെയ്തത്.